നന്നായിട്ട് ചൂടാക്കിയ ഒഴിച്ച് വെള്ളം, അതിനകത്തോട് ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാര, ഇതായിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈസ്റ്റ്. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്ന് പറയും. ഇപ്പം നമ്മുടെ കയ്യിൽ വേറെ ചിലപ്പം ടിന്നിനകത്തുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ഈസ്റ്റ് കിട്ടും. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ഈസ്റ്റാണ്. ബിക്കോസ് ഇത് നമുക്കൊരു വേഗം നമുക്ക് പൊങ്ങി വരാനും നമുക്ക് യൂസ് ചെയ്യാനും ഇൻസ്റ്റന്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഞാനിപ്പം ഓൾമോസ്റ്റ് 2 സ്പൂൺ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ട് പിസ്സയ്ക്ക് വേണ്ടി ഇപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് വേണം. എന്നാലേ ഇത് ശരിക്കും പൊങ്ങി വരത്തുള്ളൂ. ഇതെല്ലാം കൂടെ എന്നിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പ് ഇടാൻ പറഞ്ഞു. ഞാൻ ഉപ്പ് മറക്കല്, ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് ആക്കാന്. സോ അതിനെ ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ ഞാൻ ഈ കലക്കി വെച്ച ഈസ്റ്റും ചൂടുവെള്ളത്തിനകത്ത് കലക്കി വെച്ച ഈസ്റ്റും പഞ്ചസാരയും ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഉള്ളത് ഇതിനകത്തോട്ട് തന്നെ ഇടുക. അതിൻ്റെ അകത്തും ഞാൻ ഇച്ചിരി ഓർഗാനോ ഇടും. ബിക്കോസ് ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇതാ ഇതിൻ്റെ ഒരു ഫ്ലേവർ. സോ ഓർഗാനോ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് കലക്കും. അത് കഴിഞ്ഞിട്ട് പെതുക്കെ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മാവിട്ട് എല്ലാം കൂടെ ഒറ്റ അടിയിൽ നമ്മൾ ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന മൈദ, നമുക്കിത് ആട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചിലവർ ആട്ട. പക്ഷെ ഞാൻ പിസ്സ ആയതുകൊണ്ട് മൈദ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം മൈദയിലെ നമ്മൾ യൂഷ്വലി പിസ്സ ടേസ്റ്റി ആയിട്ട് തോന്നും. ആർക്ക് വേണമെങ്കിലും ആട്ടയിൽ യൂസ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് മൈദ മാത്രമേ ഇപ്പം യൂസ് ചെയ്തേക്കുന്നത്. ഈ 2 സ്പൂണ് ഈസ്റ്റ് വെച്ച് കലക്കി വെച്ചേക്കുന്നത്. സോ ഇത്രയും കൂടെ ഞാൻ ഇച്ചിരി ഇട്ടിട്ട് ഞാൻ കലക്കാൻ പോവാം. ഇത് ശ്രദ്ധിച്ചോണം, നമ്മൾക്ക് ഇച്ചിരി ഇട്ടിട്ടേ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്ക് ഉടനെ ഒന്നും ഇട്ടിട്ട് പറ്റത്തില്ല. ഇപ്പം ഇത് ഒത്തിരി നമുക്ക് വെള്ളം പോലെ തോന്നുമെങ്കിൽ ഇച്ചിരി മൈദയൊക്കെ ഇടാം. അതിൻ്റെ ഒരു പ്രശ്നവും വരത്തില്ല. ഇപ്പം മൊത്തമായിട്ട് ഇട്ടിട്ട് എണ്ണ നമ്മൾ എപ്പോഴും ഓർക്കണം. പിസ്സയോ നമ്മളിപ്പോൾ എങ്ങനെ ഇറ്റാലിയൻ ഫുഡോ ചൈനീസ് ഫുഡോ എന്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഓർക്കേണ്ടത് ഒലീവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഒലീവ് ഓയിലും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് കുഴയ്ക്കുന്നതെന്ന് തോന്നുന്നു ഇച്ചിരി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ച് നല്ലതായിട്ട് സോഫ്റ്റനിങ് ആക്കുക. ഇച്ചിരി വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച്. അപ്പം നമുക്ക് ഫീൽ ചെയ്യുക ഇതിനകത്ത് വെള്ളം ഇല്ല. എണ്ണ ഇച്ചിരി ഇട്ടിട്ട് ബാക്കി കുഴച്ച് എടുക്കുക. സോ ഇച്ചിരി വെള്ളവും കൂടെ എനിക്ക് വേണമായിരുന്നു. സോ വെള്ളവും കൂടെ ഇട്ടിട്ട് മാക്സിമം കുഴച്ചെടുക്കുക. ഈ പാത്രത്തിൽ നിന്നുള്ള സൈഡിൽ നിന്നുള്ളതും ഒക്കെ വരണം. ഇത്രയും ടഫ് ആവാനും പറ്റത്തില്ല. നമ്മളിനി ഇതൊരു ഓൾമോസ്റ്റ് നമ്മളൊരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മളിത് ഈ ഡൗ നമ്മൾ അടച്ചു വെക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരണം. അങ്ങനെ നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ UAE-യിലുള്ളത്. UAE ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഹൈ ആയിട്ട് ഇരിക്കുന്ന ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പം തണുപ്പ് സ്ഥലത്ത് ഏതെങ്കിലും ഇപ്പം USA-യിലോ UK-യിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് അയർലൻഡിലൊക്കെ ഉള്ള തണുപ്പ് സ്ഥലത്തുള്ളവരൊക്കെ വേണമെങ്കിൽ ഇത് 2 മണിക്കൂറായാലും നമ്മൾ കുഴച്ച് വെക്കണം. നേരത്തെ കുഴച്ച് വെക്കണം. എനിക്ക് തോന്നുന്നു ഇച്ചൂടെ എനിക്ക് വെള്ളം വേണം. ബിക്കോസ് ഇത് ഇത്തിരി അങ്ങ് ടൈറ്റ് ആവല്ലേ. നമുക്ക് ഇടയ്ക്ക്
വായി വെച്ച് വേണമെങ്കിൽ നോക്കാം മധുരമോ ഇച്ചിരി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. ബിക്കോസ് ഇപ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ നമുക്ക് അല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു കുഴച്ച് ഒരു പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, വീട്ടിലിപ്പോൾ നമുക്ക് വലിയൊരു ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡിലോട്ടല്ല, അല്ലെങ്കിൽ വീട്ടിലെ ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റിലോട്ട് തന്നെ നമ്മൾ തുടച്ച് ഇച്ചിരി മൈദ ഇട്ടിട്ട് നമുക്ക് ഇവിടോട്ട് തന്നെ നമുക്ക് കുഴച്ച് വെക്കുന്ന ചുട നല്ലതാണ്. ചുട നമുക്ക് ഇവിടെ ഇടും, ബിക്കോസ് ഇത് ചുട പ്രഷറായിട്ട് കിട്ടും. കൂടെ കുഴച്ച് ചുട നമുക്ക് കുഴച്ച് അടച്ച് നമുക്ക് വെക്കാം. ഞാൻ പറഞ്ഞ ഒരു ഇതിനിയും നമുക്ക് 2 മണിക്കൂർ, അതോളം എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ മതി. എനിക്ക് ആ മാക്സ് അല്ലെങ്കിൽ 1 മണിക്കൂർ മതി. എനിക്ക് ചൂട് ഇവിടെ ഉണ്ട്. സോ അല്ലെങ്കിൽ തണുപ്പുള്ളവർക്ക് വേണ്ടി 2 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കൺട്രിയുടെ അനുസരിച്ചിരിക്കും, ഹ്യൂമിഡിറ്റി എങ്ങനെ ഉണ്ട് അങ്ങനെ അനുസരിച്ച് നമുക്ക് ഇത് മാക്സിമം നല്ല കുഴച്ച് സോഫ്റ്റ് ആക്കി കണ്ടോ. ഈ ഒരു പരുവായി നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് പരുവായി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അടച്ചു വെച്ച് ഇങ്ങനത്തെ ഒരു തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇച്ചിരി നനയുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അടച്ച് നമ്മളൊരു 2 മണിക്കൂറത്തേക്ക് ഇതും ഇതിന് മണ്ടയ്ക്ക് വേണമെങ്കിൽ ഒരു പാത്രവും കൂടെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ 1.5 മണിക്കൂറാകുമ്പത്തേ ഞാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂറാകുമ്പത്തേ നോക്കും. പ്രശ്നം തന്നെ ഇവിടുത്തെ ചൂട് ഭയങ്കര ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പ്രോസസ്സ് ചെയ്യണം. ഇപ്പം നമ്മൾ പിസ്സ ബേസിന് വേണ്ടി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ 1.5 മണിക്കൂറായി. ഞാൻ തുറന്ന് നോക്കാമെന്ന് ഓർത്ത്. ഇവിടെ ചൂടുണ്ട്, ആവശ്യത്തിന് ചൂടുണ്ട്. സോ ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും തുറന്ന് നോക്കാം നമുക്ക്. പൊങ്ങി വന്നിട്ടുണ്ട്. വെറ്റേതായിട്ട് നമുക്ക് വീർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് വലിയ ഫ്ലഫി ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ എടുത്തിട്ട് ഇനിയും ഇവിടോട്ട് മാറ്റി വെച്ചിട്ട് ഇച്ചിരി മൈദ ഇവിടോട്ട് ഇടണം, സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ റവയോ മൈദയോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് സോ ഇതിനകത്തോടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഇച്ചിരി മൈദ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ 2ആയിട്ട്. ഇപ്പം ഞാൻ 2 ഉണ്ടാക്കുന്നുള്ളൂ. സോ 2ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങ് എടുക്കുക. ഇപ്പോൾ 3 ഉണ്ടാക്കാൻ മാവുള്ളവർക്ക് 3 എടുക്കാം. സോ ഇതിങ്ങനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തു. സോ ബാക്കി വന്നത് നമുക്ക് ജസ്റ്റ് അടച്ചിങ്ങനെ വെച്ചേക്കാം. റീസൺ എന്താ അടച്ചു വെക്കുന്നത്, ഇതൊരു അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ ഒരു തിക്കി ഫോമായി പോകും. സോ നമ്മളിപ്പോൾ ഏത് പാനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ പാനിലോട്ട് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ പോവാം. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് ഇപ്പം ആകെ ഇപ്പോൾ ഉള്ളത് സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. സോ ഇത് ഞാനിത് കടായിൽ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. സോ കടായിലോട്ട് വെക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മൈദയും കൂടെ സ്പ്രിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ റവ ആണെങ്കിൽ റവ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം താഴെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. പരത്താനോ ഒന്നും നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നവരോ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എഡ്ജസ് മാത്രം നമുക്ക് ഇച്ചിരി അറിയാമല്ലോ പിസ്സയുടെ നമുക്ക് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് പിന്നെയും ഞാൻ അടച്ചു വെക്കും. എന്താണ് ഇത് പൊങ്ങാൻ വേണ്ടി. നമുക്ക് എന്നാൽ ഇച്ചിരി ഒരു ഫ്ലഫിനെസ് വരും, സോഫ്റ്റ് ആവും. സോ യൂഷ്വലി ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എപ്പോഴും ഞാനൊരു 30 മിനിറ്റും കൂടെ ഞാൻ അടച്ചു വെക്കും. ഈ 2 പാത്രത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു 30 മിനിറ്റ് അടച്ചു വെക്കും. സോ ഈ എഡ്ജസ് അറിയാമല്ലോ പിസ്സയിൽ എപ്പോഴും നമുക്ക് എഡ്ജസിലൊരു സ്പേസ് കൊടുക്കണം. പ്ലേറ്റ് നല്ല പ്ലേറ്റ് ഉള്ളവർക്ക് വേറെ നല്ല രീതിയിൽ ചൂടെ വലുതായിട്ട് ഉണ്ടാക്കാം. എനിക്ക് യൂഷ്വലി തിക്ക് ക്രസ്റ്റാണ് ഇഷ്ടം.
ചിലവർക്ക് ചിലപ്പം തിൻ ക്രസ്റ്റ് ആയിരിക്കും ഇഷ്ടം. ഡിപ്പെൻസ്, ഓരോ ആളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് ക്രസ്റ്റ് ഇത് ഫ്ലാറ്റനിങ്ങും തിക്നിങ്ങും ഒക്കെ ചെയ്യാം. പക്ഷെ എഡ്ജസ് എപ്പോഴും നമ്മൾ ഓർക്കണം, ഇച്ചിരി ഒരു സ്പേസിൽ ഇങ്ങനെ കൊടുക്കണം. കാരണം എന്താ, നമ്മൾ ടോപ്പിംഗ് ഒക്കെ വെക്കുമ്പോൾ. ഇത് ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് അടച്ചു വെക്കും. മറ്റേത് ബാക്കിയുള്ളത് ഞാൻ ഓർത്തു ഞാൻ ഇത് ഇങ്ങനെ ചപ്പാത്തി, ബിക്കോസ് അത് എനിക്ക് മറ്റേത് ചെയ്തപ്പം പാനിനകത്ത് ചെയ്തപ്പം അത് ശരിക്കും വരുന്നില്ല സത്യം പറഞ്ഞാൽ. സോ ഞാൻ ഓർത്തു ഇങ്ങനെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് നമുക്ക് ബേസ് ഉണ്ടാക്കാം. സോ ഇച്ചിരി ഈസിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റേ ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തുമായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി ഈസി. പിസ്സ നമ്മൾ എന്താ പറയുക, പപ്പ ജോൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ ദേ മേക്ക് ലൈക്ക് ദിസ്. സത്യം പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇട്ടിട്ട് അവർ ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. സോ ഇപ്പം നോക്ക്, ഇപ്പം എനിക്ക് ഇങ്ങനെ വന്നു. ഇങ്ങനെ എനിക്ക് എന്നിട്ട് ഇനി സ്പ്രെഡ് ചെയ്താൽ മതി. എഡ്ജസ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്താൽ മതി. എപ്പോഴും എഡ്ജസ് നമുക്കൊരു പിസ്സയുടെ ഒരു ഷേപ്പിന്. ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് ഇനി അടച്ചു വെക്കണം. ഇത് പൊങ്ങി വരണം. ഈ പാത്രത്തിൽ തന്നെ നമ്മൾ അടച്ചങ്ങ് വെച്ചാൽ മതി. പിന്നെയും ഫ്ലഫി പോലെ വരുന്നുണ്ട്, കണ്ടോ, ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഏതെങ്കിലും സ്പൂണോ ഫോർക്കോ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാ പിസ്സാൻ്റെ അവിടെ നമ്മളിങ്ങനെ കുത്തണം. കാരണം എന്താ, നമ്മളിപ്പം ആ പിസ്സ അടിയിൽ ചൂട് പൊങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളിത് യൂഷ്വലി ചെയ്യുന്നതല്ല. അടിയിലല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഈ ബേസ്. സോ ഇതിപ്പം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒലീവ് ഓയിലും കൂടെ ഇച്ചിരി തൂക്കും. മുകളിൽ ഇച്ചിരി ഒരു ഇപ്പം ഒരെണ്ണം ഞാൻ കടായി ഉണ്ടാക്കുന്ന, ഒരെണ്ണം ഞാൻ പാൻ പിസ്സ ഉണ്ടാക്കുന്നത്. സോ എല്ലായിടത്തും ഇച്ചിരി ഇങ്ങനെ ചെയ്യും. കടായി ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതാ ഞാൻ കടായി, ഈ പാത്രം ഞാൻ ആ കടായി ഒരു വേറെ ഒരു പാത്രത്തിലൂടെ ഞാൻ കാണിക്കാം. അതിനകത്തോട്ട് ഞാൻ വെക്കുക. ഇതിപ്പം ഞാനിപ്പം ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ അടച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരിക്കലും പാന് വെക്കല്ല്. പിസ്സ വെക്കുമ്പം ആദ്യം ഈ സൈഡ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പിങ്സും എല്ലാം ചെയ്യേണ്ടത്. മറ്റേതായെങ്കിൽ ഇപ്പം കടായി ഞാൻ അങ്ങോട്ട് ഇപ്പം ഗ്യാസിൻ്റെ അടുത്തോട്ട് ഞാൻ പോവാം. ഇപ്പം പാൻ പിസ്സ ഞാനിപ്പം കത്തിക്കാൻ പോവാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇത് ഒരു സൈഡ് ആദ്യം നമ്മൾ ഫ്രൈ അല്ല, നമ്മൾ മൊരിഞ്ഞ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചീസും ടൊമാറ്റോ പേസ്റ്റും എല്ലാം ടോപ്പിങ്സും എല്ലാം ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ്സേക്ക് ഇത് അടച്ചു വെക്കുക. ഇത് ഞാൻ കടായിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതിനുള്ളിൽ ഞാനൊരു ഉപ്പോ ഒന്നും ചിലവർ ഉപ്പിടും, ഉപ്പൊന്നും ഇടുന്നില്ല. ഇതൊരു ജസ്റ്റ് ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് ഇനി ഞാൻ ഇത് ചൂടായി കഴിഞ്ഞിട്ട് ടോപ്പിങ്സ് ഒക്കെ പരട്ടിയിട്ട് അത് ഞാൻ ആ വേറെ ബേസ് ഞാൻ ആ പാത്രത്തിനോടുള്ളത് ടോപ്പിങ്സ് എല്ലാം ചെയ്തിട്ട് ഞാൻ ഉള്ളിലോട്ട് എടുത്ത് ഈ പാൻ പിസ്സ ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ബോട്ടം ഇപ്പം ഓൾമോസ്റ്റ് നമുക്കൊരു ടോസ്റ്റ് ആയെന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നി. പക്ഷെ ഇനി അടുത്ത് തിരിച്ചും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ടോപ്പിംഗ് വെക്കാനുള്ളത്. നോക്കിക്കേ, നല്ല ക്രിസ്പിയായി, ഒരു വലിയ ബ്രൗണും ഇല്ലാതെ ഇതും കൂടെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഈ പാന് നമ്മൾ എടുത്തോണ്ട് വന്നു. ഇനി ഇത് ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇപ്പം ചിലവർക്കാണെങ്കിൽ ഈ സോസ് ഇച്ചിരി ഇട്ടാൽ മതിയായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം യൂഷ്വലി ഈ ടൊമാറ്റോ പ്യൂരി പേസ്റ്റ് ഉണ്ടാക്കുന്ന പേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളുടെ വീട്ടിലിപ്പം ഇതിനോടുള്ള ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ മൈൽഡ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഇട്ടിട്ട് നമുക്കൊരു ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഇതിനൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ടേസ്റ്റ്, ഈ ഫ്ലേവർ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓർഗാനോയുടെ ടേസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞു ചീസും ഇതെല്ലാം കൂടെ മെൽറ്റായി വരുമ്പോഴത്തേന് വേറെ ഒരു ടേസ്റ്റായിട്ട് തന്നെ വരും. സോ ഈ ടോപ്പിങ്ങിന് ഞാൻ ഇത്ര ഇട്ടു. ഇത്ര മതിയായിരിക്കും, ഇത് മതിയായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി കെച്ചപ്പും കൂടെ ഞാൻ ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ വെറ്റേനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട്
ഇതിടാം. ഞാൻ പക്ഷെ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാൻ മറന്നുപോയി. നമുക്ക് ഇത് ഉണ്ടാക്കുമ്പം ലാസ്റ്റിൽ ഇച്ചിരി ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഈ ബോട്ടിലിനകത്ത് എടുത്ത് വെക്കാം. സോ അത് സോറി, അത് ഞാൻ മറന്നുപോയി ശരിക്കും പറയാൻ. തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഞാൻ മറന്നുപോയി. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ചീസ്. ഇത് ഒരിക്കലും പിള്ളേർക്ക് നോ എന്ന് പറയാത്ത ഒരു സംഭവം അല്ലേ. എല്ലായിടത്തും എല്ലാവരുടെയും വീട്ടിലും ഇതിന് ഭയങ്കര ഒരു പിടിയുള്ളത്. സോ ഇങ്ങനെ മാത്രം ഉണ്ടാക്കിയാലും ചിലവര് പിസ്സ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. ഇത് മാത്രം വെച്ചിട്ട് മനസ്സിലായി, ഇത് അടച്ചു വെച്ച് നല്ല പിസ്സ, ചീസ് പിസ്സ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. സോ ഞാൻ ഇതൊരു ലെയർ ഇട്ടു, ചൂടെ ഇട്ടേക്കാം. പിള്ളേരുടെ ഫേവറേറ്റ് ആയത് ഇത്. ഇനിയും കുറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. കട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ അതൊരു ഇതാവും. സോ ഇനിയും ഇതിന്റെ പുറത്ത് ഞാൻ ജസ്റ്റ് ക്യാപ്സിക്കം ഒരു സൈഡിൽ, ബിക്കോസ് ഇവിടെ ക്യാപ്സിക്കം ഒക്കെ വലിയ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടേ. ഇപ്പം ടോപ്പിങ്സ് ഞാൻ നേരത്തെയും പറഞ്ഞു, ടോപ്പിങ്സ് എങ്ങനെയാ നിങ്ങൾക്ക് യൂഷ്വലി വേണ്ടേ അതനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ടോപ്പിങ്സ് ഇട്ടിട്ട് നമുക്ക് വെക്കാം. എനിക്ക് പിസ്സയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാ ഈ ഉള്ളി. ആ ഒരു ടേസ്റ്റ് വരുന്നത് ഉള്ളി ഇടുമ്പോഴാണ്. ചിലവർക്ക് ഉള്ളി ഇഷ്ടമല്ല, ഇറ്റ്സ് ഓപ്ഷണൽ. ആർക്കൊക്കെ എന്തൊക്കെ വേണം അത് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും പിസ്സ കാണാൻ ഒരു കളർഫുള്ളായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ഒലീവ്സ് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പം എനിക്ക് ഈ ലോക്ക്ഡൗൺ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കടയിലൊന്നും ഞാൻ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഒലീവ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒലീവ്സ് ഒക്കെയാ, ഒലീവ്സ്, കോണ്, ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിനകത്ത്. ഇത് ഇച്ചിരി കളർഫുൾ ആക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇച്ചിരി പിക്കിൾസ്, ഞാൻ പറഞ്ഞ ആ ഷവർമയ്ക്ക് യൂസ് ചെയ്യുന്ന പിക്കിൾസ് അവിടെ ഇടും, സൈഡിൽ ഇടുക. ഓക്കെ, ഇനി നമുക്ക് വരേണ്ടത് ടോപ്പിങ്സ്. ആകെ 2 പിസ്സേ ഉള്ളൂ. സോ ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ഈ സോസേജും കൂടെ സ്റ്റഫ് ചെയ്യുക. ഇതാ ഈ ചീസും സോസേജും കഴിക്കാൻ വേണ്ടിയാ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. സോ ഇങ്ങനെ നമ്മൾക്ക് ഓൾമോസ്റ്റ് സോസേജ് ഇതിനകത്ത് ഞാൻ സോസേജ് മാത്രമേ ഇടുന്നുള്ളൂ. ഒരെണ്ണത്തിനകത്ത് ചിക്കൻ മാത്രം. സോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ആർക്കാ സോസേജ് ഇഷ്ടം സോസേജ് യൂസ് ചെയ്യാം. അതുകൊണ്ട് മാക്സിമം സോസേജ് ഇടാൻ ഞാൻ മാക്സിമം അവിടെ ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സോസേജ് ഉണ്ട്. എനിവേസ് ഇത്രയും മതിയായിരിക്കും. അതിൻ്റെ പുറത്ത് ഇച്ചൂടെ ഒരു ചീസ് ഇടുന്നത്, ചൂട് അത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഓർഗാനോ ഇട്ടിട്ടില്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. ഓർഗാനോ ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ, ബിക്കോസ് ഓൾറെഡി നമ്മുടെ ബേസിനും എല്ലായിടത്തും ഉണ്ട്. കൂടുതലായാലും അഴുക്കല്ലേ, എല്ലാത്തിനും ഒരു മിനിമം ഇപ്പം അതുകൊണ്ട് ചെറിയൊരു അവിടെ ഇവിടെ ഒക്കെ സ്പ്രിങ്കിൾ ചെയ്ത് ഫുൾ ഇടുന്നേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ടോപ്പിങ്സിൽ സോസേജിനെ ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൗ ഇട്ടപ്പോഴും ഓർഗാനോ യൂസ് ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇടാം. സോ ഇത് ഓൾമോസ്റ്റ് ആയി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടോപ്പിങ്സ് ഓൾമോസ്റ്റ് ആയി. സോ ഞാനിത് പാന് ഇനിയും അടുപ്പയിലോട്ട് വെക്കാൻ പോകും. സോ ഞാൻ ഈ പാൻ വെച്ചു, ഇപ്പം അടുപ്പയിൽ വെച്ചു. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ എപ്പോഴും പാൻ പിസ്സ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് ഒരു 15 മിനിറ്റ്സോളം നമുക്ക് നോക്കാം. അന്നേരത്തെ ഇനിയിപ്പം കടായിയുടെ ഇപ്പം ഓൾമോസ്റ്റ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടായിയുടെ ടോപ്പിങ്സും കൂടെ ചെയ്തിട്ട് ഉടനെ വെക്കാം. ഇപ്പൊ രണ്ടാമത്തെ പിസ്സയും നമ്മൾ ടോപ്പിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് യൂഷ്വലി നമ്മൾ സോസേജാണ് വെറ്റത് യൂസ് ചെയ്ത്. ഇത് നമ്മളിപ്പം തണ്ടൂരി ചിക്കൻ വെച്ചിട്ടുണ്ട്. സെയിം ടോപ്പിങ്സ്, ബാക്കി നിങ്ങൾക്ക് എന്ത് വേണം. ഞാനിപ്പോൾ ഇത് കടായിലോട്ട് എടുത്ത് വെക്കാൻ പോവാം. നല്ല ചൂടായിരിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും സിമ്മിലിട്ടിട്ട് കടായി അടച്ച് വെച്ച്
ഇതും 15 to 20 മിനിറ്റ്സ് നമുക്ക് നോക്കാം ആവും. ഹായ് ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ ഇത്രയും ചെയ്ത ഒരു കഷ്ടപ്പാടിന്റെ ഇടയിൽ നമുക്ക് എന്താ പറയുന്നത് നല്ലൊരു പിസ്സ കാണുമ്പോൾ സന്തോഷമായി. ഞാനിപ്പം പാൻ പിസ്സ ഞാൻ എടുത്തു. പാനിന് ശരിക്കും നല്ല ആവശ്യത്തിനുള്ള ഗോൾഡൻ ക്രിസ്പിനെസ് വന്നിട്ടുണ്ട് താഴെ. ഇപ്പം നോക്കിയാൽ കാണാം ആവശ്യത്തിനുള്ള ക്രിസ്പിനെസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തു. ഇത് മറ്റേ കടായിൽ വെച്ചേക്കുന്നത് ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞാനിപ്പം നിങ്ങൾക്ക് പിസ്സ എന്താ പറയുക നൈഫ് ഒരു റോളർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ഇച്ചിരി ഈസി ആയിരിക്കും. ഇത് ഞാനിപ്പോൾ ചൂടോടനെ നമ്മൾ കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമോ നിങ്ങളെ ഇത് എങ്ങനെ പറ്റും, ഇത് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. ഇപ്പം പാൻ പിസ്സ ഞാൻ കട്ട് ചെയ്തു ഫ്രണ്ട്സ്. സോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാം മൊസറല്ല ചീസിൻ്റെതും എത്ര ഇറ്റ് ഇസ് എവറിത്തിങ് ടെക്സ്ചർ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ ഉണ്ടാക്കാനും പറ്റുമെന്ന് ഞാൻ എക്കണോമിക്കലി കാണിച്ചതാണ്. ഇത് എത്ര നീറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓവൻ തന്നെ വേണമെന്നില്ല. സോ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഇരുന്ന് ട്രൈ ചെയ്യാം. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ കട്ട് ചെയ്ത് നമ്മൾ എടുത്തു. ഇനി കടായിയുടെയും കൂടെ ആയിക്കഴിഞ്ഞ് ഞാൻ രണ്ടും കൂടെ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെയും വരാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കടായിലേയും നമ്മൾ എടുത്തു. കടായിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു തിക്ക് ബേസ് ആയിട്ട് ഇവിടെ താഴെ വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ശരിക്കും കാണിക്കാൻ പറ്റത്തില്ല ഞാൻ. സോ തിക്ക് ബേസ് ആയിട്ട് വരും. സോ കടായിയുടെയും നമുക്കായി രണ്ട് പിസ്സയും റെഡിയായി. സോ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതുപോലത്തെ ഈസി ആയിട്ട് പിള്ളേർക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഓവൻ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണിത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.